ഇനി വ്രതശുദ്ധിയുടെ പുണ്യമാസമാണ്, റമദാനിലേക്ക് കടക്കുന്നു. മാസപ്പിറവി കണ്ടു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ 24-ൻ്റെ പ്രേക്ഷകർക്ക് ഒപ്പം 24-നൊപ്പം പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചേരുകയാണ്. സ്വാഗതം ഉസ്താദെ. ആദ്യം തന്നെ റമദാൻ ആശംസകൾ. ഈ മാസപ്പിറവി കണ്ടു കഴിഞ്ഞു. അപ്പം ആദ്യം തന്നെ 24-ൻ്റെ പ്രേക്ഷകരോട്, ലോകത്തെ മലയാളികളായ ഇസ്ലാം മത വിശ്വാസികളോട് പറയാം. മനുഷ്യൻ എപ്പോഴും ജീവിതത്തിൽ ചെറിയ ചെറിയ അബദ്ധങ്ങളും പിഴവുകളും സംഭവിക്കാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പിഴവുകൾ പൊറുപ്പിക്കപ്പെടാനും അതിന് പുറമെ സാധാരണക്കാരനും പണക്കാരനും യോജിച്ച് ഒത്തൊരുമിച്ച് കഷ്ടപ്പെട്ടവരുടെ വിഷമങ്ങൾ കഴിവുള്ളവർ കൂടി മനസ്സിലാക്കാനും ഇതിനെല്ലാം കൂടിയാണ് വിശുദ്ധ റമദാൻ സൃഷ്ടാവ് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാ ആളുകളും വിശുദ്ധ റമദാനിനെ ആദരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്ത് വ്രതമനുഷ്ഠിക്കുകയും കഴിവുള്ളവർ പാവപ്പെട്ടവരെ പ്രത്യേകമായി സഹായിച്ച് നോമ്പ് തുറപ്പിക്കുകയും മറ്റെല്ലാവിധ നന്മകളിലേക്കും ജനങ്ങൾ തിരിഞ്ഞു നോക്കുകയും പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്നാണ് പറയാനുള്ളത്. റമദാൻ ഒരു ആത്മനവീകരണത്തിൻ്റെതാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. ഇപ്പോൾ പാലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് ഈ നോമ്പുകാലം സമാധാനത്തിൻ്റെ ഒരു നോമ്പുകാലമായി മാറും. തീർച്ചയായും പാലസ്തീനായാലും എവിടെയായിരുന്നാലും സമാധാനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം. ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്ന് ആണ്. സമാധാനം എന്ന് ആ പദത്തിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് എവിടെയും എപ്പോഴും സമാധാനവും സന്തോഷവും നിലനിൽക്കണം എന്നാണ്. ഭീകരതയും അക്രമവും ഇസ്ലാം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി വിശ്വാസികൾക്കുള്ളൊരു സന്ദേശമാണ്. ഈ നോമ്പുകാലത്ത് ജീവിതക്രമം എങ്ങനെയായിരിക്കണമെന്നുള്ളതാണ് ഉസ്താദിന് ഉപദേശിക്കാൻ. ജീവിതക്രമം ജനങ്ങൾ എല്ലാവരും വ്രതമനുഷ്ഠിക്കുകയും അതോടൊപ്പം വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം നടത്തുകയും വേണം. അപ്രകാരം പാവപ്പെട്ടവർക്ക് കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുകയും അവരുമായി കൂടുതൽ അടുക്കുകയും വേണം. അതാണ് ഇസ്ലാമിൻ്റെ റമദാൻ സന്ദേശമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് സമാധാനത്തിൻ്റെ സന്ദേശമാണ് റമദാൻ മാസത്തിൽ നൽകേണ്ടത്. വ്രതശുദ്ധിയോടുകൂടി പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സാണ് വിശ്വാസികൾ കാണിക്കേണ്ടത് എന്നുകൂടിയാണ് വ്യക്തമാക്കിയത്. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം ദീപക് ധർമ്മടം, 24.